നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും എപ്പോഴും ഞാൻ പ്രസൻറ്റിൽ ജീവിക്കുക, പ്രസൻറ്റ് മൊമെൻറ്റിനോടുള്ള ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും വരുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് പാസ്റ്റോ ഫ്യൂച്ചറോ ഇമ്പോർട്ടൻ്റ് അല്ലേ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മെമ്മറീസ് അല്ലേ, അത് നമുക്ക് ആവശ്യമുള്ളതല്ലേ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നപ്പോൾ നമുക്ക് പ്ലാനൊക്കെ ചെയ്യണ്ടേ, ഫ്യൂച്ചർ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ. എൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റും ഫ്യൂച്ചറും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ലൈഫ് ഹാപ്പൻസ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ മൊമെൻറ്റിലാണ് ലൈഫ് സംഭവിക്കുന്നത്. ദിസ് ഈസ് റിയൽ. പ്രസൻറ്റ് മൊമെൻറ്റ് ഈസ് റിയൽ. നിങ്ങൾ ഈ സമയം, എൻ്റെ വീഡിയോ കാണുന്ന ഈ സമയം, അത് റിയാലിറ്റിയാണ്. നിങ്ങളുടെ റിയാലിറ്റിയാണത്. എന്നാൽ പാസ്റ്റും റിയൽ അല്ല, ഫ്യൂച്ചറും റിയൽ അല്ല ഇൻ ദിസ് മൊമെൻറ്റ്. ഓഫ് കോഴ്സ് നമുക്ക് പാസ്റ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്, അപ്പോൾ അതിലേക്ക് നമുക്ക് ഡയറക്ഷൻ വേണം, നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ റിയാലിറ്റി ഈസ് ഇൻ പ്രസൻറ്റ് മൊമെൻറ്റ്. സോ ലൈഫ് ഹാപ്പൻസ് ഇൻ പ്രസൻറ്റ് മൊമെൻറ്റ്. അതുകൊണ്ട് പ്രസൻറ്റ് മൊമെൻറ്റിനെ ഇഗ്നോർ ചെയ്യാതെ പ്രസൻറ്റ് മൊമെൻറ്റിലെ കുറച്ചെങ്കിലും സമയം, ഫോർ എ ബിഗിനർ ഐ ആം സേയിങ്, കുറച്ചെങ്കിലും സമയം ദിവസവും പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള സംഭവങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, ആ ഒരു ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, that is your first stepping stone to spiritual life.